നിങ്ങൾ കൂടുതൽ സമയം കണ്ണാടിയുടെ മുമ്പിൽ സ്പെൻഡ് ചെയ്യുന്നവരാണോ? മുഖത്തൊരു സ്കാറ് അല്ലെങ്കിൽ ഒരു പിമ്പിൾ വന്നാൽ തന്നെ അതിനെക്കുറിച്ച് അമിതമായിട്ട് വേവലാതിപ്പെടുകയും മറ്റ് സോഷ്യൽ ഇവൻറ്റ്സിന് പോകുന്നതൊക്കെ സ്കിപ്പ് ചെയ്യുന്നവരുമാണോ? എങ്കിൽ ഇതൊരു ഇൻസെക്യൂരിറ്റിനേക്കാളും അപ്പുറം BDD എന്ന് പറഞ്ഞൊരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ്റെ ഭാഗമാകാം. BDD അഥവാ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ ഇതൊരു ബ്രെയിൻ ഡിസോർഡറാണ്. നമ്മളെല്ലാവരും നമ്മുടെ ലുക്സിനെ കുറിച്ചും നമ്മുടെ അപ്പിയറൻസിനെ കുറിച്ചൊക്കെ കൺസേൺഡ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. ബട്ട് BDD ഉള്ള ആൾക്കാരത്തിൽ അവരിൽ ഉണ്ടാകുന്ന അവരുടെ ലുക്സിൽ അല്ലെങ്കിൽ അവരുടെ അപ്പിയറൻസിൽ ഉണ്ടാകുന്ന ചെറിയ രൂപവൈകല്യത്തെക്കുറിച്ച് അത് ചിലപ്പോൾ മറ്റുള്ളവർ നോട്ടീസ് ചെയ്യണം എന്നില്ല, അല്ലെങ്കിൽ ബെയർലി നോട്ടീസ് ചെയ്യുന്ന ഒരു കുറവായിരിക്കാം, അല്ലെങ്കിൽ ഇമാജിൻ ചെയ്ത ഒരു കുറവായിരിക്കാം. ചിലപ്പോൾ അവരുടെ നോസിന് വളവൊന്നും ഉണ്ടാവില്ല, നോസ് ശരിക്കും തന്നെ ആയിരിക്കും, പക്ഷെ ഇവർക്ക് തോന്നുകയാണ് എന്ത് ഇവരുടെ നോസിന് എന്തോ വളവുണ്ട്, അത് മറ്റുള്ളവരെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇവർക്ക് അവരുടെ ബോഡീനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ലുക്സിനെ കുറിച്ച് അപ്പിയറൻസിനെ കുറിച്ച് അമിതമായി കൺസേൺഡ് ആവുകയും വറി ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ്റെ ലക്ഷണമാണ്. ഇത്തരത്തിലുള്ള ചിന്തകൾ അവരുടെ നിത്യജീവിതത്തെ ബാധിക്കുകയും ഈവൻ സ്കൂളിൽ പോകുന്നത് അല്ലെങ്കിൽ വർക്കിന് പോകുന്നത് അവരുടെ റിലേഷൻഷിപ്പ് ഈവൻ അവരുടെ പേഴ്സണൽ ലൈഫിനെ വരെ ബാധിക്കുന്ന രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോഴാണ് BDD നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. BDDയുടെ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത് അമിതമായി കണ്ണാടിയിൽ നോക്കുക, അമിതമായി ഒരുങ്ങുക, എത്ര ഒരുങ്ങിയാലും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം എന്നില്ല, അതുമൂലം അവർ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന സോഷ്യൽ ഇവൻറ്റ്സുകളൊക്കെ ക്യാൻസൽ ചെയ്യുന്നു, ഈവൻ സ്കൂളിൽ പോകാതെ ആവുന്നു, വർക്കിന് പോകാതെ ആവുന്നു, അവരുടെ റൂമുകളിലോട്ട് ഒതുങ്ങുന്ന ഒരു പ്രകൃതം ഇവരിൽ കണ്ടുവരാറുണ്ട്. BDDയുടെ മറ്റൊരു സിംറ്റമാണ് അവരുടെ ബോഡി പാർട്സ് കവർ ചെയ്ത് നടക്കുക എന്നുള്ളത്. അതുപോലെ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക എന്നുള്ളതൊക്കെ ഇതിൻ്റെ മറ്റൊരു സിംറ്റമാണ്. പിന്നീട് ഇവർ അനാവശ്യമായിട്ടുള്ള കോസ്മെറ്റിക് സർജറീസ് ചെയ്യും. ഈ ഒരു ഡിഫക്റ്റുകളെ മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവർക്ക് തോന്നുന്ന ആ ഒരു കുറവുകളെ മാറ്റാൻ വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് കോസ്മെറ്റിക് സർജറീസ് ചെയ്യുക. ഇതൊക്കെയാണ് ഇവരുടെ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട സിംറ്റംസ് എന്ന് പറയുന്നത്. BDD എന്നത് ഒരു വ്യക്തിയുടെ മെൻ്റൽ ഹെൽത്തിനെ ഡീപ്ലി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവരിൽ ഡിപ്രഷൻ, ആൻസൈറ്റി പോലത്തെ മറ്റ് മാനസിക രോഗങ്ങളും കണ്ടുവരാറുണ്ട്. ഇത് കൂടുതലായിട്ടും സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്, പ്രത്യേകിച്ച് സ്കൂളിൽ കോളേജിൽ പോകുന്ന കൗമാരക്കാരിൽ. BDD എന്നത് ഒരു പ്രോപ്പർ ഡയഗ്നോസിസും അതുപോലെ ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് അല്ലെങ്കിൽ സൈക്കോതെറാപ്പി കൊടുക്കുന്നത് വഴി മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു രോഗാവസ്ഥ കൂടിയാണ്.